ദേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കള്ളിക്കാടമ്മ ദേ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് വിസിറ്റ് ആട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു മരണം, പ്രകാശേട്ടൻ്റെ റിലേറ്റീവ് മരിച്ചു. അപ്പോൾ അങ്ങനെ വന്നതാണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും 2 ദിവസം കഴിഞ്ഞേ വിടുന്നുള്ളൂ. പോകാനായിട്ട് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്, പക്ഷേ വിടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മെനിങ്ങാന്ന് വന്നതാണ് അമ്മ. ഇനിയിപ്പോൾ മറ്റന്നാളായിരിക്കും പോകുന്നത്. 2 ദിവസമൊക്കെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവിടെ വെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാലെടുക്കണം, ഷീറ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണമെന്ന് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും മാക്സിമം പറ്റുന്ന ദിവസം പിടിച്ച് നിർത്താമെന്ന് കരുതി. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും അല്ലേ മെനിങ്ങാന്ന് വന്നിട്ട് എന്തേ വീഡിയോസ് ഒന്നും ഇടാത്തത്? അത് കാരണം 2-3 വീഡിയോസ് ഓൾറെഡി ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയൊക്കെ വന്നാൽ ഞാൻ അവിടെ പോകുമ്പം അവിടുത്തെ ഗസ്റ്റാണ്, ഇവിടെ അമ്മയൊക്കെ വരുമ്പോൾ നമ്മുടെ ഗസ്റ്റാണ് അമ്മ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മാക്സിമം അവർക്ക് റെസ്റ്റ് കൊടുത്ത് നമ്മൾ തന്നെ മാക്സിമം എല്ലാം ചെയ്യണം എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. അങ്ങനെയാണ് അമ്മ എത്ര പിടിച്ചിരുത്തിയാലും വീണ്ടും വീണ്ടും ജോലി ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഓടി നടന്ന് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല, എഡിറ്റ് ചെയ്തിടാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം ഞാൻ മടി പിടിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നാളത്തേക്ക് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളതാണ് സത്യം കേട്ടോ. അങ്ങനെ കുറച്ച് അത്യാവശ്യം തിരക്കിലൊക്കെയാണ്. ഞാനിത് നൈറ്റിയൊക്കെ ഇട്ട് വലിയ വീട്ടമ്മയായിട്ട് നിൽക്കുന്നതെന്ന് കരുതുന്നുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു നൈറ്റി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. കണ്ടിട്ടും നല്ല രസമുണ്ട് കേട്ടോ. അധികം വണ്ണമൊന്നും തോന്നുന്നില്ല നൈറ്റി ഇട്ടിട്ട്. അപ്പോൾ അത് തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, അമ്മയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ സമയം കുറവായിരിക്കും. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കുറവായിരിക്കും, വീഡിയോയുടെ എണ്ണം കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മെനിങ്ങാന്ന് വന്നതാണ്. മെനിങ്ങാന്ന് എനിക്ക് നിറയെ വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജോലി അധികം ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളും പറഞ്ഞിരിക്കും കേട്ടോ. വല്ലപ്പോഴൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കും. പിന്നെ അതിനിടയ്ക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. 10-11 മണി വരെയൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. സാധാരണ ഞാനും വേദയൊക്കെ 8 മണിയാകുമ്പം ഉറങ്ങാൻ പോകുന്നതല്ലേ. ഇന്നലെ ആദൂസിൻ്റെ പപ്പ കണ്ടിട്ട് അയ്യോ നിങ്ങൾ, അവർ വന്നപ്പോൾ 10 മണിയായി കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും പുറത്തിരിക്കുന്നു. അയ്യോ നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം 8 മണിയാകുമ്പോൾ എന്തായാലും പുറത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ അകത്ത് കയറും. പിന്നെ ഉറങ്ങുന്നത് ചിലപ്പോൾ 9 മണിയാകും, 10 മണിയാകും. പക്ഷേ പുറത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഞങ്ങൾ റൂമിൽ കയറും കേട്ടോ. അപ്പോൾ അവർക്കൊരു അതിശയം, 10 മണിയായിട്ട് നിങ്ങൾ ലൈറ്റൊന്നും ഓഫ് ചെയ്യാണ്ട് പുറത്തിരിക്കുന്നു എന്നുള്ളൊരു അതിശയത്തോടെ ചോദിക്കുകയാണ്. അത് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിരിക്കും. അതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അമ്മയൊക്കെ വന്നാൽ എന്നും ചായക്കൊരു കടി വാങ്ങും. അങ്ങനെ എന്നും കടിയെല്ലാം വാങ്ങി. ഇന്നിപ്പോൾ എന്താ വാങ്ങിയത്? മുട്ട ബജിയാണ് വാങ്ങിയത്. അമ്മ ഉഴുന്നുവടയുടെ ആളാട്ടോ. ഉഴുന്നുവട. അപ്പോൾ ഇന്നലെ ഉഴുന്നുവട വാങ്ങിയതുകൊണ്ട് ഇന്ന് മുട്ട ബജി വാങ്ങി. ഇന്നും ഉഴുന്നുവട വാങ്ങി കഴിക്കും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഉഴുന്നുവടയും ദോശയും കഴിക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു മടിയില്ല കേട്ടോ. അപ്പോൾ അച്ഛന് വർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയാൽ ഫുൾ ബിസിയാണ്. അച്ഛൻ രാത്രിയൊക്കെ ആവും വരുമ്പോൾ, ഒരുപാട് ലേറ്റായിട്ടൊക്കെ വരും. അപ്പോൾ ഇന്നലെ ഫിലിം ഫെസ്റ്റിവലിന് എന്തൊക്കെയോ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ 10-11 മണിയാവും രാത്രിയാകുമ്പോൾ വരാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മരിച്ച വീട്ടിലേക്ക് ഞങ്ങളിപ്പോൾ പോകാൻ ഇറങ്ങുകയാണ്. അവിടെ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടേ അടക്കത്തുള്ളൂ. അവരുടെ മകൾ US-ലാണ്. അപ്പോൾ അവിടെ നിന്ന് എത്തിയിട്ടൊക്കെ അടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനും അമ്മയൊക്കെ ഒന്ന് വൈകിട്ട് പോയിട്ട് വരാമെന്ന് കരുതി. നാളെയാണ് അടക്കൽ, മീൻസ് ബോഡിയൊക്കെ ദഹിപ്പിക്കുന്നതെല്ലാം നാളെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് അവിടെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് രാത്രിയായി ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ദോശ, ഓംലെറ്റ് ഉണ്ട്. വേദയ്ക്ക് ഇന്നലെ വേദയുടെ അപ്പൂപ്പൻ വാങ്ങിക്കൊടുത്ത ചിക്കനുണ്ട്. പിന്നെ വൈകിട്ടത്തെ സ്നാക്സ് ഉണ്ട്, സാമ്പാറുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വരുമ്പോൾ എനിക്ക് എന്ത് കൊടുക്കണം ഏത് കൊടുക്കണം എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനായിട്ടോ. ഇന്നലെയൊക്കെ പൊറോട്ട വാങ്ങി. എന്നും പൊറോട്ട പറ്റില്ലല്ലോ. അതുകൊണ്ട് ദോശ ഉണ്ടായിരുന്നു, സാമ്പാർ, ഓംലെറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. മീൻ ഉച്ചയ്ക്ക് ചൂര വാങ്ങി, അത് വറുത്തു. അതപ്പോൾ തന്നെ കഴിഞ്ഞു കേട്ടോ. കുറച്ചുകൂടെ ഉണ്ട്, ശകലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓംലെറ്റൊക്കെ അടിച്ചത്. അങ്ങനെ എന്ത് കൊടുക്കണം ഏത് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക്. മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ജോലി ചെയ്യണം, അവരെയൊക്കെ റെസ്റ്റ് എടുപ്പിച്ചിട്ട് എനിക്ക് തന്നെ ജോലി ചെയ്യണം എന്നുള്ളൊരിതാണ്. പിന്നെ എൻ്റെ അമ്മ വന്നാലും കിച്ചണിലൊക്കെ കയറുമെങ്കിലും എനിക്കധികം എൻ്റെ കിച്ചണിലേക്ക് ആരും കയറ്റുന്നത് ഇഷ്ടമല്ല. ഞാൻ തന്നെ അതെല്ലാം ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി, ഒരു അഴുക്ക സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പം അമ്മയൊക്കെ ഇവിടെ, ഈ അമ്മയായാലും എൻ്റെ അമ്മയായാലും ഒക്കെ വന്നാൽ ഉടനെ കിച്ചണിലൊക്കെ കയറും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് പറക്കി എല്ലാം കൊടുക്കും. ഒന്ന് കുക്ക് ചെയ്യുന്നത് അമ്മമാരായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് കരുതി ബാക്കി എല്ലാ സെറ്റപ്പും ചെയ്യും. വയ്ക്കുന്ന മാത്രം അവരെ കൊണ്ടായിരിക്കും. എന്നിട്ട് ഇറക്കി വിടും. പാത്രം കഴുകലും ബാക്കി കാര്യങ്ങളെല്ലാം ഞാനായിരിക്കും. ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഏട്ടനോ ഏതൊക്കെ എടുത്ത് തന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ഒക്കെ കേട്ടോ ഇത് മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഫോണിൽ കിടന്ന വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഒരു 3 ദിവസത്തെ, അമ്മ 3 ദിവസമായിട്ട് നിൽക്കുകയാണ്. ആ വീഡിയോസൊക്കെയാണ് ഞാൻ ഒരുമിച്ച് ഇടുന്നത് കേട്ടോ. എനിക്കാണ് അമ്മ വന്നത്, ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് വന്നത്. ഞങ്ങളിവിടെ ഒന്നും വച്ചില്ല. അയ്യപ്പൻ കഞ്ഞി ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട്, അവിടുന്ന്
കുടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. അപ്പോഴാണ് അമ്മ വന്നത്. പിന്നെ ചോറൊന്നും ഇട്ടില്ല. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് അയ്യപ്പൻ കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അയ്യപ്പൻ കഞ്ഞി തന്നെ വാങ്ങാമെന്ന് കരുതി അവിടെ നിന്ന് അയ്യപ്പൻ കഞ്ഞി വാങ്ങിയാണ് ഞങ്ങളന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടാവേ. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ വീഡിയോ മിസ്സിങ് കണ്ടത്. ഇപ്പം ഞാൻ വീണ്ടും എവിടെ നിന്നോ തപ്പിയെടുത്ത് ആ വീഡിയോ കണ്ടുപിടിച്ച് റിക്കവർ ചെയ്ത് ഇതിലേക്ക് കുത്തിക്കയറ്റുക കേട്ടോ. അത് ആദ്യമേ ഇടേണ്ട വീഡിയോ ആയിരുന്നു, ഫസ്റ്റ് ഡേത്തെ സംഭവമാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ ഇപ്പോഴാണ് ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഡബ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനി ഒന്നേന്ന് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഇനി ഇടാമെന്ന് കരുതി. അപ്പോൾ തൊട്ടടുത്ത അമ്പലത്തിൽ അയ്യപ്പൻ കെട്ടല്ല, ഉത്സവം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് അയ്യപ്പൻ കഞ്ഞിക്ക് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഞങ്ങൾ വട്ടിയൂർക്കാവിലൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ പോയി വാങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ അടച്ചിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ കരുതി എന്നും ഉണ്ടാവും എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ അടച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി കുളമായി, ഇന്ന് എന്ത് കഴിക്കെങ്കിൽ പുറത്തുനിന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ വേദയും കൊണ്ട് സ്കൂളിൽ ഞാൻ നെട്ടയത്തുനിന്നാണ് രാവിലെ വന്നത്. അപ്പോൾ സ്കൂളിൽ വിടാൻ വന്നപ്പോഴേക്കും അവിടെ മൂന്നാമൂട് ജംഗ്ഷനിൽ ഭയങ്കര അമ്പലത്തിൽ ഉത്സവം, അയ്യപ്പൻ്റെ ഏതോ ഒരു അമ്പലം പോലെയൊക്കെ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഉത്സവമുണ്ട്, അവിടെ കഞ്ഞിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അത് എന്തായാലും നന്നായി. അവിടെ അയ്യപ്പൻ കഞ്ഞി ഉണ്ടായിരുന്നു. അമ്മ ഭയങ്കര ഫോണിങ് പ്രോഗ്രാമാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കും. പിന്നെ ചേച്ചിമാരെയൊക്കെ വിളിച്ച് വലിയമ്മമാരെയൊക്കെ വിളിച്ച് അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകും, ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ബിസിയാണ്, കഴിച്ചുകൊണ്ടിരിക്കണം ഫോണും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അയ്യപ്പൻ കഞ്ഞി, അത് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടല്ലേ, സോറി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ കഞ്ഞി വാങ്ങാനായിട്ട് പോയി. ഈ വർഷം അയ്യപ്പൻ കഞ്ഞി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കൊതി അയ്യപ്പൻ കഞ്ഞി കുടിക്കാനായിട്ട് കേട്ടോ. വേദക്കെട്ടിന് മലയ്ക്ക് പോയപ്പോൾ ഇപ്പോഴൊന്നും അല്ല, അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ അയ്യപ്പൻ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ആൾക്കാർ, ഞങ്ങൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിന്നൊക്കെയോ കേട്ടിറങ്ങി ഒരുപാട് പേര് വന്നു. അവസാനം കഞ്ഞി തികയാണ്ട് വന്ന് വീണ്ടും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കഞ്ഞിയും കറിയും ഉണ്ടായിരുന്നുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ വർഷം അയ്യപ്പൻ കഞ്ഞിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് അയ്യപ്പൻ കഞ്ഞി ഇവിടെ എന്തായാലും കുടിക്കാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നേരെ വട്ടിയൂർക്കാവ് അമ്പലത്തിലാണ് പോകാമെന്ന് കരുതി. ഇവിടെ ഒരു ശാസ്താംകോവിലുണ്ട്, അവിടെ പോകാമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വട്ടിയൂർക്കാവിനടുത്തല്ലേ മൂന്നാം മൂട്, അവിടെ ഉണ്ട്, അവിടെ ഉത്സവം നടക്കുകയാണ്, അവിടെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ അയ്യപ്പൻ കഞ്ഞി ഉണ്ടോ? എനിക്കറിയില്ല, അതൊരു തെറ്റായിട്ട് കണക്കാക്കരുത്. എനിക്കറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഉണ്ട് ഈ ഒരു സംഭവം. അയ്യപ്പ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഞ്ഞിയും ഉടച്ചുകറി, എരിശ് കറിയും കൂടെ കൂട്ടി കൊടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറി ഉണ്ടാവില്ല, എങ്കിലും അതൊരു ടേസ്റ്റാണ്. ഞങ്ങളിവിടെ ഒരു 12 മണിയായപ്പോൾ എത്തി ഈ അമ്പലത്തിൽ. 12 മണിയല്ല, 11:45 കഴിഞ്ഞപ്പോൾ എത്തി കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോൾ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ ആരുമില്ല. കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ 12:30 ആവും. അവിടെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്തായാലും വന്നതല്ലേ, നിൽക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഒരു 12:30 മണിയായപ്പോൾ എവിടെ നിന്നാണ് ആൾക്കാരൊക്കെ വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നിറയെ ആൾക്കാർ വന്നിട്ട് ഇടി 11:45 വന്ന് നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്നെ ഇടിച്ച് പുറകിലാക്കിയിട്ട് എല്ലാവരും കൂടെ ലൈനിൽ കയറി നിന്ന് കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു 2 ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അടുത്ത ലൈനിൽ ഫസ്റ്റ് നിന്നപ്പോൾ കാണാൻ വേറെ കുറേ ആൻറ്റിമാർ എനിക്കൊപ്പം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാർ പറയാണ് ലൈനിൽ നിൽക്കൂ ഇങ്ങനെ ഇടി കൂടിയാലും നടക്കത്തില്ല. പക്ഷെ അവർ പറഞ്ഞത് സത്യമാണ്. ലൈനിൽ നിന്നിരുന്നെങ്കിൽ ഇടിയില്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ വാങ്ങി പോകാമായിരുന്നു. ഇതെല്ലാവർക്കും ഫസ്റ്റ് വാങ്ങണം, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഫസ്റ്റ് വാങ്ങണം, എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് വാങ്ങിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ 11:45 വന്നില്ല, ഇവരൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അവർക്കറിയാം എപ്പോഴാണ് കൊടുക്കുന്നതെന്നുള്ളത്, ഞങ്ങൾക്കറിയില്ലായിരുന്നു. 12 മണിക്ക് കൊടുക്കും എന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കരുതിയത് ചില അമ്പലങ്ങളിൽ കഞ്ഞിയും സെപ്പറേറ്റ്, കറി സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും, ഇവിടെ അങ്ങനെ കൊടുക്കുമെന്ന് കരുതി. ചില അമ്പലങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് എരിശ്ശേരി കഞ്ഞി. ചില അമ്പലങ്ങളിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് കഞ്ഞിയും കറിയും പ്രത്യേകം കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ തൂക്കാത്രമൊക്കെ കൊണ്ടുവന്ന് കേട്ടോ, കറി സെപ്പറേറ്റ് വാങ്ങാനും കഞ്ഞി സെപ്പറേറ്റ് വാങ്ങാനും. പക്ഷേ അവരെല്ലാം കൂടെ മിക്സ് ചെയ്താൽ തന്നത്. കുഴപ്പമില്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ, എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് കരുതി. കഴിക്കാൻ ആഗ്രഹിച്ച് വന്നതല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങി കഴിക്കാൻ കരുതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അയ്യപ്പൻ കഞ്ഞി വാങ്ങാനായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്ന് വാങ്ങുന്നത്. നമുക്ക് വീടിനടുത്തൊക്കെ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ കൊണ്ട് തരാറുണ്ട്. തൊട്ടടുത്ത അമ്പലത്തിലൊന്നും അങ്ങനെ ഞാൻ ഇതുവരെയും പോയി വാങ്ങിയിട്ടില്ല. നമുക്ക് വീടിനടുത്തുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ട് തരാറാണ് പതിവ്.
ഇങ്ങനെ പോയി വാങ്ങിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇടി കൂടിയൊക്കെ ഞാൻ വാങ്ങുന്നത് കേട്ടോ. സംഭവം കഞ്ഞിയും കറിയും ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടി. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയായി ഇങ്ങനെ കഞ്ഞിയും കറിയും കൂടെ കൂട്ടാനായിട്ട്. ഫസ്റ്റ് എൻ്റെ തൂക്കുപാത്രത്തിൽ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ മിനി ആൻറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു വാങ്ങിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞു എന്താ വാങ്ങിച്ചിട്ട് വരാം, നമ്മളെന്തായാലും പോകുമല്ലോ, പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ മിനി ആൻറ്റിയുടെ പാത്രം, എൻ്റെ പാത്രം, കറി കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന പാത്രം എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു തൂക്കാത്രം 3 മൊത്തത്തിൽ 3 ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ചോദിച്ചാലും അവർ തരും. ഓരോ ആൻറ്റിമാർ വലിയ കലമൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. എന്നിട്ട് ഈ കഞ്ഞി ഞാൻ കുറച്ച് കുഞ്ഞു തൂക്കുപാത്രത്തിൽ 3 വാങ്ങിയത്. ഒന്ന് കറി കൊണ്ടുപോകാൻ വാങ്ങിയതാണ്, പക്ഷെ കറി കിട്ടാത്തത് കൊണ്ട് ആ തൂക്കുപാത്രത്തിൽ വാങ്ങിയില്ല. മിനി ആൻറ്റിക്ക് ഒരെണ്ണം വാങ്ങി, ഞങ്ങളും വാങ്ങി. എന്നിട്ട് ഈ ഇരിക്കുന്ന പാത്രം ഇവിടെ നിന്ന് എടുക്കാനായിരുന്നു കേട്ടോ ഇടി. എൻ്റെ ദേഹത്തൊക്കെ ചൂട്, ഭയങ്കര ചൂട് കഞ്ഞിയും കറിയൊക്കെ ഏതൊക്കെ ആൻറ്റിമാരെടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യമായിട്ടും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ചൊക്കെ എടുക്കുള്ളൂ, മറ്റുള്ളവരുടെ ദേഹത്തൊന്നും വീഴാണ്ട് ഒന്ന് കാമായിട്ടൊക്കെ എടുക്കാൻ നോക്കി. ഇവരാണെങ്കിൽ ഇടിച്ച് എല്ലാവർക്കും ആദ്യം കഞ്ഞി വാങ്ങണം. പക്ഷെ ലൈനിൽ നിന്നിരുന്നെങ്കിൽ ഓരോരുത്തരായിട്ട് വാങ്ങി അങ്ങ് മാറിയാൽ മതിയായിരുന്നു. എനിക്കും അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇടിച്ച് നിന്ന് ഞങ്ങളും കഞ്ഞിയും കറിയൊക്കെ വാങ്ങി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചിറങ്ങാനാണ് പാടുപെട്ടത്. കഞ്ഞിയും കറിയും വാങ്ങാൻ പാടുപെട്ടില്ല. തിരിച്ച് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യൂ നിന്ന് അയ്യപ്പൻ കഞ്ഞി വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും സന്തോഷമേ ഉള്ളൂ. ആഗ്രഹിച്ച കാര്യം ക്യൂ നിന്നായാലും ഇടി കൊണ്ടിട്ടായാലും കുറേ കഞ്ഞിയൊക്കെ എൻ്റെ ദേഹത്തൊക്കെ വീണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ചില അമ്പലങ്ങളിൽ സെപ്പറേറ്റ് കൊടുക്കും കേട്ടോ. എനിക്ക് കറി പ്രത്യേകം ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വാങ്ങാമെന്ന് കരുതിയത്. കണ്ടോ, ഞാൻ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടുന്ന പാട് കണ്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ എന്തോ കാവടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും നിറയെ കഞ്ഞിയൊക്കെ ശരിക്കും ഉണ്ട്. എത്ര പാത്രം കൊണ്ടുവന്നാലും ഇഷ്ടം പോലെ കൊടുക്കും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ചില അമ്പലങ്ങളിലൊക്കെ കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയോ. ഇവിടുത്തെ കൊള്ളില്ല എന്നല്ല, പക്ഷെ ചില അമ്പലങ്ങളിൽ അത് നമ്മളിങ്ങനെ വായിൽ ആ രുചി പോകത്തില്ല. വേറൊരു കറി ഉണ്ടാവില്ല, ഇത്ര മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ എങ്കിലും അതൊരു അസാധ്യ ടേസ്റ്റാണ്. അപ്പോഴേ നിങ്ങളുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് ഒന്ന് കുടിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല, കാരണം വെയിലത്ത് നിന്ന് ഇടി കൊണ്ട് ഞാൻ കരിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, ഏട്ടനും എടുത്ത് തന്നില്ല, അതുകൊണ്ട് അതിട്ടില്ല. ഇത് അടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ ഉള്ള ഇതാ കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും പയറും പപ്പടവും അതിനോടൊപ്പം മുളക് വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അച്ഛനുണ്ട് കേട്ടോ. അച്ഛൻ രാത്രി 11 മണി 12 മണി എന്തോ ആയി വന്നപ്പോഴേക്കും. എന്നിട്ട് രാവിലെ വീണ്ടും ജോലിയുണ്ട്, ജോലിക്ക് പോകണം. അപ്പോൾ ഇന്നാണ് മരണ വീട്ടിൽ ബോഡി എടുക്കുന്ന ദിവസം. അവിടേക്ക് പോകണം. എല്ലാവരും ബിസിയാണ്. രാവിലെ എല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ്. ഏതേ സ്കൂളിൽ വിടണം, അങ്ങനെയൊക്കെയുള്ള തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയും ഞാനും കൂടെ കിച്ചണിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുക്കിംഗ് അമ്മയുടെ കയ്യിൽ കൊടുക്കും. പയറ് കടുവറുക്കുന്നതും പുട്ടവിക്കുന്നതും പപ്പടം കാച്ചുന്നൊക്കെ ഞാൻ കാച്ചും. അപ്പോൾ വേദയ്ക്കുന്ന ഫിഷ് ഫ്രൈയും ഞാൻ ചെയ്തു. രസവും ഫിഷ് ഫ്രൈയും കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ രസം അമ്മയെ കൊണ്ട് വയ്പ്പിക്കാമെന്ന് കരുതി. അമ്മയുടെ രസമൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ രസമൊക്കെ വയ്പ്പിക്കുകയാണ്. ഇത് ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന കാച്ചിലാട്ടോ, പുഴുങ്ങി കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. കാച്ചിലിരിക്കുന്നുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണോ എന്നൊക്കെ എന്നും കൺഫ്യൂഷനാണ്. ചായ കുടിക്കുമ്പോൾ അത് അവിക്കണമെന്നൊക്കെ കരുതും. പക്ഷേ വയറ് ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം അത് പുഴുങ്ങി കഴിച്ചിട്ടില്ല. അതങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ശരിയാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛൻ ഇരിപ്പുണ്ട്. രാവിലെ തന്നെ അച്ഛനും മരണ വീട്ടിൽ കയറിയിട്ട് ജോലിക്ക് പോവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ബിസി. അമ്മയും ഏട്ടനൊക്കെ പോകുന്നുണ്ട് മരണ വീട്ടിൽ. ഞാൻ പോകുന്നില്ല, എനിക്കിവിടെ നിറയെ പണിയുണ്ട്. ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യണ്ടേ. ഞാൻ ഇന്നലെ മരണ വീട്ടിൽ പോയായിരുന്നു, അതുകൊണ്ട് പിന്നീട് പോയാലും മതി, കുഴപ്പമില്ല. അങ്ങനെ വേദയ്ക്ക് സ്കൂളിൽ വിടണം. വേദയ്ക്ക് ഇതേ പുട്ടും പയറും പപ്പടവും എല്ലാം അമ്മൂമ്മ എടുത്ത് കൊടുക്കുകയാണ്. അമ്മൂമ്മ എടുത്ത് കൊടുത്തില്ലെങ്കിലും ഞാനെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പയറൊന്നും ഉള്ളിലേക്ക് ചെല്ലില്ല കേട്ടോ. കുറച്ചെന്തെങ്കിലും പുട്ട് കഴിച്ചിട്ട് അവളങ്ങനെ നീറ്റ് പോകും. അതുകൊണ്ട് പുട്ടും പയറും പപ്പടവും ഒരുമിച്ച് കഴിക്കാനായിട്ട് വിരവി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കള്ളിക്കാടമ്മയും കള്ളിക്കാട് വീഡിയോ ഒക്കെ ഇഷ്ടമല്ലേ? കള്ളിക്കാടമ്മ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ടോ, ഇത് കള്ളിക്കാട് നിന്ന് അമ്മ കൊണ്ടുവന്നതാട്ടോ, രസകദളി. അധികം പഴുക്കാത്ത കുഞ്ഞു പഴം, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മീൻ വാങ്ങിയിട്ട് വന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മുള്ളുവാള, നിറയെ മുള്ളുള്ള മുള്ളുവാള. എനിക്കധികം താല്പര്യമില്ല, എങ്കിലും നമ്മുടെ വീട്ടിൽ അമ്മ വന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങി. ഞാൻ കഴിക്കും കേട്ടോ, കഴിക്കാതെയൊന്നുമില്ല, പിന്നെ അത്ര താല്പര്യമില്ല, അത്രയേ ഉള്ളൂ.
നിറയെ മുള്ളുമായിട്ടുള്ളൊരു മുള്ളുവാള. അങ്ങനെ അതിനെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ ഇവിടെ വാങ്ങാറില്ല, ഏട്ടനും കഴിക്കാറില്ല, മുള്ളായതുകൊണ്ട് കഴിക്കാറില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന രീതി എനിക്ക് അത്ര വശമില്ല. ഇവിടെ അമ്മ ഇരുന്നിട്ടല്ലേ കട്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കത്തി കാര്യങ്ങളൊന്നുമില്ല. അതിന് സെപ്പറേറ്റ് കത്തികളൊക്കെ ഉണ്ട് കേട്ടോ, ഇരുന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അമ്മയെ കൊണ്ട് കട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ അതിൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ ഉരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഏത് മീൻ വെച്ചാലും വയ്ക്കുന്നത്. അങ്ങനെ ഉരിച്ചെടുത്ത് കട്ട് ചെയ്തു ഫ്രൈ ചെയ്തു കേട്ടോ മീൻ. കറി വെക്കാമെന്ന് ആദ്യം കരുതി, അപ്പോൾ എനിക്ക് അത്രയും ഫ്രഷായിട്ട് തോന്നാത്തതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഫ്രൈ ചെയ്തു. ചീര തോരനുണ്ടായിരുന്നു, വേദയ്ക്ക് രാവിലെ വെച്ച രസം ഉണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടായിരുന്നു. ഇത്ര തന്നെ കറി കേട്ടോ. പിന്നെ അമ്മയേട്ടനും കൂടെ അങ്ങ് കള്ളിക്കാട് വീട്ടിൽ പോയായിരുന്നു മരണം കഴിഞ്ഞിട്ട്. അവിടെ പാലെടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളത് കൊണ്ട് പോയിട്ട് വന്നതാണ്. വന്നപ്പോഴേക്കും ഞാൻ ലഞ്ചെല്ലാം റെഡിയാക്കി. ഇനി എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ടും വീണ്ടും കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചിരുന്നു. എത്ര സംസാരിച്ചാലും തീരാത്ത കുറേ കാര്യങ്ങൾ. എന്താണ് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചീമ വന്നു അമ്മയെ കാണാനായിട്ട്. ചീമ വന്ന് കണ്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങ് വന്നോളാൻ വയ്യാണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ വന്നില്ല കേട്ടോ, അങ്ങ് മടിച്ചു. നാളെ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അമ്മയും കള്ളിക്കാട് അമ്മയും എല്ലാവരും കൂടെ കൂട്ടിച്ചേർന്നൊരു അടിപൊളി അവിയൽ വീഡിയോ ആയിരിക്കും നാളെ വരുന്നത് കേട്ടോ. അങ്ങനെ ചീമയും വന്ന് കുറേ സമയം ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞിട്ട് ചീമ പോയി. അപ്പോൾ ഇനിയും കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സംസാരം നിർത്തുന്നതേ ഇല്ല. അതുകൊണ്ട് ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കള്ളിക്കാട് അമ്മ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതൊരു കഥാപ്രസംഗം അവസാനിപ്പിക്കും പോലെ ഉണ്ടല്ലേ, അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ഗൈസ്. എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കള്ളിക്കാട് അമ്മയുടെ വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റാ.